എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ചാംഫറിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു സിലിണ്ടറിൻ്റെയോ ബോറിൻ്റെയോ എഡ്ജ് ഭാഗം നിശ്ചിത അളവിൽ ചരിച്ച് കട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണ് ചാംഫറിങ് എന്ന് പറയുന്നത്. സാധാരണ 45 ഡിഗ്രി ആംഗിളിലാണ് ചാംഫർ ചെയ്യുന്നത്. റൗണ്ട് അല്ലാത്ത വർക്ക് പീസുകളിലും ചാംഫർ ചെയ്യാറുണ്ട്. ഇനി എന്തിനു വേണ്ടിയാണ് ചാംഫറിങ് ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾ ടേണിംഗ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ വർക്കിൻ്റെ അഗ്രഭാഗത്ത് ഇതുപോലെ ഷാർപ്പ് എഡ്ജസ് ഉണ്ടാകാറുണ്ട്. ഇത് മെഷറിംഗ് ആക്യുറസി ബാധിക്കും. കാരണം ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന മെറ്റൽ കാരണം കൃത്യമായ അളവ് കിട്ടില്ല. അതോടൊപ്പം ഈ എഡ്ജസ് വളരെ ഷാർപ്പായിരിക്കും. ഇത് കയ്യിൽ തട്ടിയാൽ മുറിവുണ്ടാകും. ഈ ഷാർപ്പ് എഡ്ജസിന് ബേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ബേഴ്സിനെ റിമൂവ് ചെയ്യാനാണ് ചാംഫറിങ് ചെയ്യുന്നത്. അടുത്ത ഉപയോഗം എന്ന് പറയുന്നത് രണ്ട് മേറ്റിംഗ് പാർട്സ് അസംബിൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ഷാഫ്റ്റും ഹോളും തമ്മിൽ അസംബിൾ ചെയ്യുമ്പോൾ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ ചാംഫറിങ് സഹായിക്കും. ഈ ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും എഡ്ജസ് ഷാർപ്പാണെങ്കിൽ അസംബിൾ ചെയ്യാൻ പ്രയാസമാണ്. രണ്ട് എഡ്ജിലും ചാംഫറിങ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ ഈസി ആയിട്ട് അസംബിൾ ചെയ്യാൻ കഴിയും. അടുത്തത് ത്രെഡ് ഫോം ചെയ്യുമ്പോഴാണ്. ത്രെഡ് ഫോം ചെയ്യുമ്പോൾ ഫെദർ എഡ്ജസ് ഉണ്ടാകാതിരിക്കാൻ ചാംഫറിങ് സഹായിക്കുന്നു. ത്രെഡിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ എഡ്ജസ് ചാംഫർ ചെയ്യണം. ത്രെഡ് ഒരു എൻഡിൽ നിന്ന് സ്മൂത്തായിട്ട് ഫോം ചെയ്യാൻ ചാംഫറിങ് സഹായിക്കുന്നു. അടുത്തത് ചാംഫറിങ് ചെയ്ത വർക്കിന് ബെറ്റർ അപ്പിയറൻസ് ആയിരിക്കും. ചാംഫർ ചെയ്യാത്ത വർക്കിനേക്കാളും കാണാൻ ഭംഗി ചാംഫർ ചെയ്ത വർക്കിനായിരിക്കും. അടുത്തെന്ന് പറയുന്നത് മെത്തേഡ്സ് ഓഫ് ചാംഫറിങ്. ഏതൊക്കെ രീതി ചാംഫറിങ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യത്തെ ഫോം ടൂൾ മെത്തേഡ്. 45 ഡിഗ്രി ആംഗിളുള്ള ഒരു ഫോം ടൂൾ ഉപയോഗിച്ച് ചാംഫറിങ് ചെയ്യുന്ന രീതിയാണിത്. ടൂളിനെ ക്രോസ് വൈസിലോ ലോഞ്ചിറ്റ്യൂഡിലോ ഫീഡ് ചെയ്ത് ചാംഫറിങ് ചെയ്യാം. ഇനി ഫോം ടൂൾ ഇല്ലാത്തപ്പോഴാണെങ്കിൽ ഇതുപോലെ വി ടൂളിനെ ചരിച്ച് വെച്ച് ചാംഫറിങ് ചെയ്യാം. ഇവിടെ ഒരു മൈൽഡ് സ്റ്റീൽ റോഡിൻ്റെ എഡ്ജാണ് ചാംഫർ ചെയ്യുന്നത്. കോമ്പൗണ്ട് ഡ്രസ്സിനെ 45 ഡിഗ്രി ആംഗിൾ ചരിച്ചും ചാംഫറിങ് ചെയ്യാം. ഇതുപോലെ കോമ്പൗണ്ട് ഡ്രസ്സിനെ ചരിച്ച ശേഷം ടോപ്പ് സ്ലൈഡിൽ ഫീഡ് കൊടുത്ത് ചാംഫറിങ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ 45 ഡിഗ്രി ആംഗിളിൽ തന്നെ കറക്റ്റായിട്ട് ചാംഫറിങ് ചെയ്യാം. ആക്യുറസി, ഫിനിഷ് എന്നിവ വേണ്ടാത്ത വർക്കുകൾ ഫയലിംഗ് മെത്തേഡ് ഉപയോഗിച്ചും ചാംഫറിങ് ചെയ്യാം. ഫയലിനെ ഇതുപോലെ ചരിച്ച് കുറച്ച് പ്രഷർ കൊടുത്ത് ചാംഫർ ചെയ്യാം. ചാംഫറിൻ്റെ അളവ് പറയുമ്പോൾ അത് പാരലൽ ടു ആക്സിസ് ആയിരിക്കും. ഈ ചരിഞ്ഞ പ്രതലത്തിൻ്റെ നീളമല്ല നോക്കുന്നത്. ഇത്രയുമാണ് ചാംഫറിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.